ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ജി എസ് ട്യൂട്ടോറിയൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള റിയാക്ട് ജി എസ് ട്യൂട്ടോറിയലിന്റെ ചാപ്റ്റർ 6th സെക്ഷൻ ആണ്. സോ നമ്മൾ 5 ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്റെ ചാനലിൽ പുതുതായിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും ഇഫ് യു ആർ എ ബിഗിനർ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ കുറച്ച് റിയാക്റ്റില് കുറച്ച് ടോപ്പിക്സ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് ടൈം കളയാതെ തന്നെ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലോട്ട് ജമ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിയാക്ട് പ്രോപ്സ്. റിയാക്ട് പ്രോപ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ്. എന്താണ് പ്രോപ്പർട്ടീസ്? റിയാക്റ്റില് പ്രോപ്സ് എന്ന് പറയും. ഓക്കെ, അതായത് ഇങ്ങനെ ക്രോപ്സ്. ഓക്കെ, ഈ ഒരു ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഡേറ്റാസിനെ ഒരു കമ്പോണന്റിൽ നിന്നും മറ്റൊരു കമ്പോണന്റിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പോണന്റിൽ നിന്നും മറ്റൊരു കമ്പോണന്റിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഈ ഒരു പ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഒബ്ജക്റ്റ് പോലെയാണ് സംഭവം. അതിനൊരു ഇത് കൊടുത്തിട്ട് മറ്റൊരു കമ്പോണന്റിലോട്ട് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഡേറ്റ പാസിങ്ങിന് അല്ലെങ്കിൽ ഡേറ്റ ആക്സസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്സ് യൂസ് ചെയ്യുന്നത്. പ്രോപ്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡിന്റെ ഷോർട്ടാണ് പറയുന്നത് പ്രോപ്സ് എന്ന്. സോ നമുക്ക് എങ്ങനെ ഒരു കമ്പോണന്റിൽ നിന്ന് മറ്റൊരു കമ്പോണന്റിലോട്ട് ഡേറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ആക്സസ് ചെയ്യാം നമുക്ക് പ്രോപ്സ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണ് പ്രോപ്സ് എന്ന് പറയുന്നത്. പ്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞതിന്റെ ഷോർട്ട് ഫോം ആണ്. സോ ഇത് നമ്മുടെ ആപ്പ് ഡോട്ട് ജെയ്സ് അറിയാലോ. ആൻഡ് സ്റ്റുഡന്റ് ഡോട്ട് ജെയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് RFCE സ്നിപ്പറ്റ് കൊടുത്ത് നമ്മളുടെ ഫങ്ഷണൽ കമ്പോണന്റിനെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാനിവിടെ നമ്മൾ പ്രോപ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ പ്രോപ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, പ്രോപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഈ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ അതിന് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഫംഗ്ഷൻ ആർഗ്യുമെന്റ് പോലെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുമല്ലോ, അതേപോലെ നമുക്ക് പ്രോപ്സ് എന്ന് പറഞ്ഞു കൊടുക്കണം. പ്രോപ്സ് എന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രോപ്സ് എന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ നമ്മളിവിടെ പ്രോപ്സ് യൂസ് ചെയ്യുന്നു എന്നത് അർത്ഥമാക്കും ഇങ്ങനെ നമ്മൾ പ്രോപ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്സ് കൊടുക്കുന്നു. പ്രോപ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രോപ്സ് ഈസ് ഡിക്ലെയർഡ് ബട്ട് ഇറ്റ്സ് വാല്യൂസ് നെവർ റീഡ്. വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഒരു ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത് പോലെ പ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രോപ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് നമുക്ക് ഇപ്പൊ ഞാനിവിടെ ഒരു H1 കൊടുക്കുവാണ്. H1 കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. മൈ റോൾ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഈ ഒരു പ്രോപ്സിനകത്ത് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. പ്രോപ്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അടുത്ത കമ്പോണന്റിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ആക്സസ് ചെയ്യുന്നത്. ഇതിന്റെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഡൗട്ട് കാണും, പക്ഷെ ആ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. എന്നിട്ട് ഞാൻ മൈ റോൾ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്സിന് ഇവിടെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് കേളി ബ്രേസസ്, ഞാൻ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യണം. സോ നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രോപ്സിന് ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോപ്സിനെ ഇവിടെ വിളിക്കണം. സോ പ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പൊ ദാണ്ടെ ഇങ്ങനെ വിളിച്ചു. അതിനുശേഷം ഞാനിവിടെ അപ്പം എനിക്കിവിടെ ഒരു പ്രോപ്സ് ഡോട്ട് ഒരു വേരിയബിളിന് പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക. മൈ റോൾ നമ്പർ ഈസ് നം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിളിനെ ഇവിടെ പാസ് ചെയ്യുവാണ്. ഓക്കെ, ഈ ഒരു നമ്പറിൽ നമ്മളിപ്പം ഡേറ്റാസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊരു വേരിയബിൾ പോലെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഡേറ്റാസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ക്രിയേറ്റ് ചെയ്തിരിക്കും. ഫസ്റ്റ് ഈ ഒരു കമ്പോണന്റ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഫംഗ്ഷൻ, സ്റ്റുഡൻസ്, ദെൻ പ്രോപ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു എങ്ങനെയാണോ ഒരു ഫംഗ്ഷൻ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ ഇവിടെ ഒരു പ്രോപ്സിനെ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു എന്താണോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഈ ഒരു പ്രോപ്സ് യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് മൈ റോൾ നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് കേളി ബ്രേസസ്. അപ്പൊ ഈ ഒരു പ്രോപ്സിനെ ഇവിടെ റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കേളി ബ്രേസസ് കൊടുക്കുക, ദെൻ പ്രോപ്സ്, ഈ പ്രോപ്സ് എന്ന് കൊടുക്കുക, ദെൻ ഡോട്ട് ഇത് നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിരിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ പോലെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഈ ഒരു കമ്പോണന്റ് ഞാനിവിടെ സേവ് ചെയ്യാണ്. ഞാനിവിടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പോണന്റും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ RFCE എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ക്ലാസ് കമ്പോണന്റിനെ ക്രിയേറ്റ് ചെയ്തു.
ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫങ്ഷണൽ കമ്പോണന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് കമ്പോണന്റ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന നെയിം ആണല്ലോ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളുടെ ഒരു കമ്പോണന്റിന് മറ്റൊരു കമ്പോണന്റിൽ നമുക്ക് ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഞാനിപ്പോ ഇതിനകത്ത് ജസ്റ്റ് ഒരു h1 കൊടുക്കുവാണ്. h1 കൊടുത്തിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഹെഡിങ് പറഞ്ഞു കൊടുക്കുവാണ്. ദിസ് ഈസ് ക്ലാസ് 10b എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു h1 ഇവിടെ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളുടെ ഈ ഒരു സ്റ്റുഡന്റ് ഡോട്ട് JS-നെ ഞാനിവിടെ ഈ ഒരു കമ്പോണന്റിലോട്ട് വിളിക്കുകയാണ്. സോ നമ്മൾ ഒരു കമ്പോണന്റിനെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ആ ഒരു കമ്പോണന്റിനെ നമുക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന കമ്പോണന്റിനെ ആദ്യം നമ്മളിപ്പോ ഈ ഒരു പ്രോപ്സിന് നമുക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഡേറ്റാന് മറ്റൊരു കമ്പോണന്റിലോട്ട് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോപ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രോപ്സ് കൊടുത്തുകൊണ്ട് ഒരു നം ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ്, നമ്മൾ ഒരു കമ്പോണന്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിന് നമ്മൾ ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കമ്പോണന്റിനകത്താണോ പ്രോപ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോപ്സിന് നമ്മൾ ഇവിടെ ഈ കമ്പോണന്റിനകത്ത് പ്രോപ്സ് ഉള്ള കമ്പോണന്റിന് ഈ ഒരു കമ്പോണന്റിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതിന് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം? നമ്മൾ എപ്പോഴും ഒരു കമ്പോണന്റിന് ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. then നമ്മളുടെ കമ്പോണന്റിന്റെ പേര് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ നമ്മളെ കമ്പോണന്റിന്റെ പേര് കൊടുക്കുക. ആൻഡ് ആ ഒരു കമ്പോണന്റ് എവിടാണോ ഉള്ളത് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഒരു കമ്പോണന്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആക്സസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളിവിടെ പ്രോപ്സിനെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൈ റോൾ നമ്പർ ഈസ് പ്രോപ്സ് ഡോട്ട് നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ നം എന്ന് പറയുന്ന വേരിയബിളിന് നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇവിടുത്തെ ഈ ഒരു പ്രോപ്സ് ഡോട്ട് നം മാറിയിട്ട് ആ ഒരു നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ആവത്തുള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ഡോട്ട് JS വന്നിട്ട് നമ്മൾ ഇപ്പൊ ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പ്രോപ്സ് പാസ് ചെയ്തെങ്കിൽ നമ്മൾ ആ ഒരു കമ്പോണന്റിൽ വാല്യൂ കൊടുക്കുന്ന ടൈമിൽ ഒരു ഡേറ്റ ഇപ്പൊ നമ്മളൊരു വേരിയബിൾ അല്ലേ ഇവിടെ ക്രിയേറ്റ് ചെയ്തോളൂ, ആ വേരിയബിളിന് ഡേറ്റ കൊടുക്കുന്ന ടൈമിൽ അതൊരു ആട്രിബ്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇതൊരു എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതൊരു HTML എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എലമെന്റിന് എങ്ങനെയാണോ നമ്മൾ ഒരു ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ പ്രോപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്ത നം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നമുക്ക് ഇവിടെ കൊടുക്കാം. സോ നം ഈക്വൽ ടു എന്നിട്ട് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് ഒരു ആട്രിബ്യൂട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഡബിൾ കോട്ട്സ് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡേറ്റ ഏതാണോ ഡേറ്റ ആ ഡേറ്റനെ നമ്മളിവിടെ പാസ് ചെയ്യുന്നു. സോ ഞാൻ ഇവിടെ നം 24 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സോ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിനു ശേഷം നമ്മളുടെ ഈ ആപ്പ് ഡോട്ട് JS വന്നിട്ട് നമ്മളുടെ ക്ലാസ് കമ്പോണന്റിന് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യാണ്. നമ്മളുടെ ഈ ഒരു ക്ലാസ് കമ്പോണന്റിന് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. സോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കമ്പോണന്റിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തു. ദെൻ അതിനുശേഷം അതിന്റെ പാത്തും പറഞ്ഞു കൊടുത്തു. ദെൻ സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ക്ലാസ്സിലുള്ള ആ ഒരു ഇത് വന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ദിസ് ഈസ് ക്ലാസ് 10B ആൻഡ് മൈ റോൾ നമ്പർ ഈസ് 24 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നത്, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഒരു കമ്പോണന്റിനെയാണ് നമ്മളിവിടെ ആക്സസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു കമ്പോണന്റിനെ ഇവിടെ ആക്സസ് ചെയ്തു. ആൻഡ് നമ്മൾ ഡേറ്റ എങ്ങനെയാണ് പാസ് ചെയ്തത്, പ്രോപ്സ് വഴിയാണ് പാസ് ചെയ്തത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മൈ റോൾ നമ്പർ ഈസ് 24 നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞു കൊടുക്കാം, പക്ഷെ നമ്മൾ ഒരു കമ്പോണന്റിൽ നിന്നും മറ്റൊരു കമ്പോണന്റിലോട്ട് ഡേറ്റ ആണ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചതേ ഉള്ളൂ. സോ ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത ടൈമിൽ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടേ ഇവിടെ ഈ ഒരു കമ്പോണന്റിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തല്ലോ, നമുക്ക് ഇവിടെ യൂസ് ചെയ്യണം. സോ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് നമ്മൾ യൂസ് ചെയ്യണം. എന്നിട്ട് അതിനെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് പറഞ്ഞ് അതിനൊരു വാല്യൂ സെറ്റ് ചെയ്തു, 24 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ സെറ്റ് ചെയ്തു. സ്റ്റുഡന്റ് ഡോട്ട് JS നമ്മളിവിടെ പ്രോപ്സ് ഒരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തു. ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ കേർലി ബ്രേസസിനകത്ത് പ്രോപ്സ് ഡോട്ട് നം എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിന്റെ എന്താണ് ഒരു പ്രോപ്പർട്ടി വാല്യൂ ഇവിടെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിന്റെ ഡേറ്റ ആണ് ഇവിടെ പറഞ്ഞു. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിൽ നമ്മളുടെ കമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ,
ആൻഡ് അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ജസ്റ്റ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു വേരിയബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മളുടെ പ്രോപ്സിന്റെ ഡേറ്റ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്കൊരു വേരിയബിൾ ആയിട്ടും അതിന് പാസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നം ഈക്വൽ ടു ദെൻ എന്നിട്ടാണ് ഞാൻ ഇവിടെ 24 എന്ന് പറഞ്ഞ് കൊടുത്തതെന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ നമ്മും തമ്മിൽ ഡിഫറെന്റ് ആണ് കേട്ടോ. അതായത് ഇതെന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഒരു വേരിയബിളിൽ പോലെ മറ്റൊരു വേരിയബിൾ ഉണ്ടാവാൻ പാടില്ലെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ റൂൾസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു നം എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോപ്പർട്ടി നെയിം ആണ്. ഓക്കെ, പ്രോപ്പർട്ടിയുടെ നെയിം ആണ് ഈ നം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോപ്പർട്ടി നെയിം. സോ അതും ഇതും തമ്മിൽ ഡിഫറൻസ് ഇല്ല. നമുക്ക് സെയിം നെയിം കൊടുക്കാം, ഡിഫറെന്റ് നെയിം കൊടുക്കാം, അതൊന്നും തമ്മിൽ ബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ വേറെ നമുക്ക് എന്നെന്നോ നമ്മെന്നോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു നമ്മിനെയാണ് ഇവിടെ പാസ് ചെയ്യണമെങ്കിൽ എന്ത് പറയാം, ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിനെ നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മളുടെ ഒരു കോഡിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് നമ്മളുടെ നം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ആ ഒരു വേരിയബിളിനെ ഇവിടെ പാസ് ചെയ്യുന്നു. സോ ഈ ഒരു വേരിയബിൾ ആയിരിക്കും എന്റെ വാല്യൂ ആയിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ 24 കൊടുത്തിരിക്കുന്നത്, ഞാൻ ഇവിടെ 22 എന്നാക്കി കൊടുക്കാനായിരിക്കും. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈ റോൾ നമ്പർ ഈസ് 22 എന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നം +2 എന്നാണെങ്കിലോ റോൾ നമ്പർ ഈസ് 24. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോപ്സിനെ പാസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഈ നമ്പും ഡിഫറൻസ് ഇല്ല. ഇതിപ്പോ n എന്നാണ് ഈ ഒരു വേരിയബിളിന് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ n+2 എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മളുടെ വേരിയബിളിനെയാണ് ഇവിടെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതേപോലെ നമുക്ക് നമ്മളുടെ പ്രോപ്സിന്റെ ഡേറ്റാസിനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നമുക്കൊരു ഡിജിറ്റൽ നമ്പർ ഒന്നും ആയിക്കോളന്നില്ല, സ്ട്രിങ്സും ഒക്കെ പാസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോപ്സിന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രോപ്സ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലോ, ഇവിടെ വന്നിട്ട് സേവ് ചെയ്തു, ഇവിടെ വന്നിട്ട് എന്താണ് നമുക്ക് നെയിം ഇവിടെ കൊടുക്കണം. ഓക്കെ, സോ നെയിം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പാസ് ചെയ്യാം. ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, സ്ട്രിങ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. മൈ നെയിം ഈസ് ഓക്കെ, ഇവിടെ നമ്മെന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ എന്താണോ നമ്മളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇത് കൊടുക്കുന്നത്, പ്രോപ്പർട്ടി കൊടുക്കുന്നത്, അത് തന്നെ ഇവിടെയും കൊടുക്കുക. സോ ഞാൻ ഇവിടെ നെയിം എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ മൈ നെയിം ഈസ് സാം എന്ന് പറഞ്ഞിട്ട് വരും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വേരിയബിൾ കൊടുക്കാതെ ഇവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കേളി ബ്രേസസ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ആട്രിബ്യൂട്ട് പാസ് ചെയ്യുന്നത് പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. മൈ നെയിം ഈസ് സാം. ഓക്കെ, അപ്പൊ സോ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പിന്നെ ഒരു കാര്യം കൂടെ, നമ്മള് എന്താണ് ജാവാസ്ക്രിപ്റ്റിനകത്ത് ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഞാൻ ഇതിങ്ങനെ എടുത്ത് പറയുന്ന കാര്യം, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കാതെ നമുക്ക് റിയാക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതൊരു കംപ്ലീറ്റ്ലി പ്യുവർ റിയാക്ടിന്റെ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഇല്ല. എന്നാൽ ജാവാസ്ക്രിപ്റ്റ് അറിയണം എന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ. ഏകദേശം ഒരു 2.5 hours ഉള്ളൂ. അപ്പൊ അതൊന്ന് ജസ്റ്റ് അറിയാത്തവരാണെങ്കിൽ വാച്ച് ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് വരാവും. കാര്യം ജാവാസ്ക്രിപ്റ്റ് പഠിക്കാതെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അത് ഞാൻ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ അതിന്റെ ലിങ്ക് ഞങ്ങൾക്ക് കൊടുത്തിരിക്കാം. ആൻഡ് ഇപ്പൊ നമ്മളൊരു വേരിയബിൾ പാസ് ചെയ്തു, ആൻഡ് വേരിയബിൾ പാസ് ചെയ്തതുപോലെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെയും പാസ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. കോൺസ്റ്റ് സ്റ്റുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ കേളി ബ്രേസസിനകത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു നെയിം വാല്യൂ പെയർസ് ആയിട്ടായിരിക്കും ഒബ്ജക്റ്റ് വരുന്നത്. സോ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈക്വൽ ടു എന്താണ് നെയിം കോളൻ, എന്നിട്ട് കോഴ്സിനകത്ത് ഞാൻ ഇവിടെ അനു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ കോമ ഇട്ടു. അതേപോലെ ഏജ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോളൻ ഇട്ട് എന്താണ് 15 എന്ന് കൊടുക്കുന്നു. ആൻഡ് അതേപോലെ കോമന്റ് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റാസിനെ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു 22 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആൻഡ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ആക്സസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആക്സസ് ചെയ്യും, നമുക്കിപ്പം എന്താണ് ഇപ്പൊ നമ്മളിവിടെ നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോപ്സിനെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ മൈ നെയിം ഈസ് പ്രോപ്സ് എന്ന് പറഞ്ഞു കൊടുത്താണെങ്കിൽ നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്യാം. കൊടുക്കുന്നു, ഞാൻ മൈ ഏജ് ഈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ഓൾസോ മൈ റോൾ നമ്പർ ഈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓരോ ലൈനിലും ഒരു ബ്രേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഒരു എംപ്റ്റി ടാഗ് ആണെങ്കിൽ കൂടി സെൽഫ് ക്ലോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക്
ഇറർ വരും. ദെൻ പ്രോപ്സ് ഡോട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ സ്ട്രിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള എ എന്നോ ബി എന്നോ ഒക്കെ ഉള്ളത് ക്രിയേറ്റ് ചെയ്യാം. അത് തമ്മിൽ ബന്ധമില്ല. ഓക്കെ, പിന്നെ സെയിം തന്നെ കൊടുത്താൽ ആ ഒരു കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാം. ജസ്റ്റ് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രോപ്സിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ ക്ലാസ്സിൽ നമുക്ക് അതിനെ നമ്മൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന് ക്ലോസ് ചെയ്യാം. ആ ഒരു കമ്പോണന്റിൽ തന്നെ നമുക്ക് നമ്മളുടെ എന്തിനെ പാസ് ചെയ്ത് കൊടുക്കാം, നമ്മളുടെ പ്രോപ്പർട്ടീസിന് വാല്യൂസ് ഡേറ്റാസിന് നമുക്ക് ഇവിടെ കൊടുക്കാം. സോ അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിവിടെ സ്റ്റുഡൻസിനകത്ത് 3 ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. നെയിം, ഏജ്, റോൾ നമ്പർ. അപ്പൊ 3 പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് ഇവിടെ 3 പ്രോപ്പർട്ടീസിനെ വിളിച്ച് നമുക്ക് ഡേറ്റാസ് കൊടുക്കണം. സോ ഞാൻ ഇവിടെ നെയിം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ നെയിമിനകത്ത് നമ്മൾ എന്ത് വിളിക്കുക, ഈക്വൽ ടു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ആക്സസ് ചെയ്യണം. സോ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റിനെ വിളിക്കുമ്പോൾ എങ്ങനെയാണ്, ഒബ്ജക്റ്റ് ഡോട്ട് പ്രോപ്പർട്ടി ആണ്. സോ സ്റ്റുഡ് ഡോട്ട് നമ്മളുടെ നെയിമിനെ വിളിച്ചു കൊടുക്കാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നെയിം ഈസ് അനു എന്ന് പറഞ്ഞിട്ട് വരും. ആൻഡ് അടുത്ത പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഏജ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, സ്റ്റുഡ് ഡോട്ട് ഏജ് കൊടുക്കാം. ആൻഡ് അതേപോലെ റോൾ നമ്പർ ഈക്വൽ ടു ദെൻ എന്താണ്, നമ്മളുടെ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തതിനു ശേഷം, കോഡ്സ് വേണ്ട, കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തതിനു ശേഷം സ്റ്റുഡ് ഡോട്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഇവിടെ നമ്മൾ റോൾ നമ്പർ ക്രിയേറ്റ് ചെയ്തു. സോ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റുഡ് ഡോട്ട് റോൾ നമ്പർ നമുക്ക് കൊടുക്കാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റുഡ് ഡോട്ട് ഇവിടെ വരാന കാര്യം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത പ്രോപ്പർട്ടി നെയിം RL നമ്പർ എന്നാണ്. സോ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി ഇവിടെ കൊടുത്തപ്പോഴത്തേക്ക് റോൾ നമ്പർ എന്ന് കൊടുത്തു. സോ അതല്ല RL നമ്പർ എന്ന് കൊടുക്കുക. ഓക്കെ, സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് കാണും, എന്തായാലും ഒരു ബിഗിനർ ആണെങ്കിൽ ഡൗട്ട് കാണും. സോ ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, നമുക്ക് പ്രോപ്സ് യൂസ് ചെയ്യണം. സോ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പ്രോപ്സിനെ പാസ് ചെയ്തു. അതിനുശേഷം 3 ഹെഡിങ് ഇവിടെ കൊടുത്തു. ഹെഡിങ് കൊടുത്തിട്ട് മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്സ് ഡോട്ട് നെയിം ആൻഡ് മൈ ഏജ് ഈസ് പ്രോപ്സ് ഡോട്ട് ഏജ്, പ്രോപ്സ് ഡോട്ട് റോൾ നമ്പർ. എപ്പോഴും ഈ ഒരു പ്രോപ്സിനെ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോപ്സിനെ നമുക്ക് ഇവിടെ വിളിക്കാം. വിളിച്ചതിന് ശേഷം അതിനെല്ലാത്തിനും ഓരോ എന്താണ് ഡേറ്റാസിന് പ്രോപ്പർട്ടീസിന് പറഞ്ഞു കൊടുക്കാം. സോ ഞാനിവിടെ 3 പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തു. നെയിം, ഏജ്, റോൾ നമ്പർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രോപ്സ് യൂസ് ചെയ്യാൻ പോകുന്ന കമ്പോണന്റിൽ ഞാനൊരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് വെച്ച് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത്ര കൺഫ്യൂഷൻ വരുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിന് മൂന്ന് വാല്യൂസ് ഉണ്ട്, പ്രോപ്പർട്ടി ആൻഡ് വാല്യൂസ് ഉണ്ട്. ഒബ്ജക്റ്റിന് നെയിം, ഏജ്, റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് 3 പ്രോപ്പർട്ടീസും വാല്യൂസും ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി നെയിം ഇവിടെ കൊടുക്കാം. അവിടെ ഇവിടെയും സെയിം തന്നെ കൊടുക്കണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ നമ്മൾ റോൾ നമ്പറും ഇവിടെ RL നമ്പറും എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. സോ ഇങ്ങനെ കൊടുത്ത് വാല്യൂസ് എടുത്തു. പിന്നെ അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കമ്പോണന്റിനെ വിളിച്ചു. ആ കമ്പോണന്റിനെ വിളിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഓരോ പ്രോപ്പർട്ടീസിനെയും ഒരു ആട്രിബ്യൂട്ട് എന്ന പോലെ ഈക്വൽ ടു ഇട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു ഒബ്ജക്റ്റ് ആണ്. സോ ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മള് എന്താണ് ഒബ്ജക്റ്റ് ഡോട്ട് പ്രോപ്പർട്ടി നെയിം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സ്റ്റുഡ് ഡോട്ട് നെയിം വിളിച്ചു. ദെൻ ഏജിൽ സ്റ്റുഡ് ഡോട്ട് ഏജ് വിളിച്ചു, സ്റ്റുഡ് ഡോട്ട് റോൾ നമ്പർ വിളിച്ചു. ഇതൊരു ജാവാസ്ക്രിപ്റ്റ് അറിയുന്നവർക്ക് വലിയ ഡൗട്ട് വരത്തില്ല, അറിയാത്തവർക്കായിരിക്കും ഡൗട്ട് വരുന്നത്. അറിയാത്തവർ എന്ത് ചെയ്യുക, മറ്റേ വീഡിയോ കണ്ടിട്ട് വരിക. ഓക്കെ, സോ സേവ് ചെയ്തു. അല്ലാതെ നമ്മളിപ്പം ഒബ്ജക്റ്റ് ആയിട്ടല്ല അതും ഇങ്ങനെ സേവ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതേപോലെ ആൻസർ കിട്ടി. നമ്മളൊരു ഒബ്ജക്റ്റ് ആയിട്ടല്ല കൊടുത്തതെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കമന്റ് ചെയ്യാം. നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റുഡ് ഡോട്ട് നെയിം എന്നൊന്നും വിളിക്കേണ്ട. നമുക്കിവിടെ എന്താണ് നെയിം അമൽ, നമുക്കിവിടെ നമുക്ക് ഒരു ഇതായിട്ട് പറഞ്ഞു കൊടുക്കാവുന്നത് ഏജ് 22. ഒരു ആട്രിബ്യൂട്ട് ആയതുകൊണ്ട് തന്നെ സ്ട്രിങ് ആയാലും നമ്പർ ആയാലും അതിനെ കോഡ്സ് തന്നെ കൊടുക്കുക. ദെൻ റോൾ നമ്പർ ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കുക, 30. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈ നെയിം ഈസ് അമൽ, മൈ ഏജ് ഈസ് 22, മൈ റോൾ നമ്പർ ഈസ് 30. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇതൊരു വേരിയബിൾ ആയിട്ടും ക്രിയേറ്റ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു വേരിയബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന് വാല്യൂസ് കൊടുത്തതിന് ശേഷം ആ വാല്യൂസിന് ഇവിടെ നമുക്ക് കേർലി ബ്രേസസ് കൊടുത്ത് ആക്സസ് ചെയ്യാനും പറ്റും.
സോ ഇന്ന് ഇത്രയും മതി. ചെറിയ ചെറിയ ടോപ്പിക്ക് വെച്ച് പഠിച്ച് പോവാം. സോ ഇത് നിങ്ങളൊന്ന് കുറെ വാല്യൂസ് ഒക്കെ കൊടുത്തൊന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് ചെയ്ത് നോക്കുക. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ സജഷൻസ് ഒക്കെ പറയുക. നിങ്ങൾ എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് കാണുന്നവരൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. ജസ്റ്റ് കണ്ടുപോവാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതുമല്ല നമ്മൾ ലൈക്ക് ചെയ്യുന്ന വീഡിയോസ് റെക്കമെൻഡിൽ ബാക്കിയുള്ളവർക്ക്, ഇത് ഒരുപാട് നീഡഡ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ഉണ്ട്, അവർക്കും കൂടി റെക്കമെൻഡിൽ ചെല്ലത്തുള്ളൂ. സോ നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.